ശത്രുവിനോട് ദയ കാട്ടരുത്. ദയയിൽ നിന്നും കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും. അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. MTയുടെ രണ്ടാമൂഴം എന്ന നോവലിലെ വാക്കുകളാണിവ. മഹാഭാരത കഥയിൽ നിന്ന് വേറിട്ട് ഭീമന് നായകവേഷം കൽപ്പിച്ചു കൊടുത്ത രണ്ടാമൂഴം. ഒരു ജന്മം മുഴുവൻ രണ്ടാമൂഴത്തിനായി കാത്തുനിന്ന ഭീമൻ. ചൂതുകളിച്ച് മണ്ണും പെണ്ണും നഷ്ടപ്പെടുത്തിയ ധർമ്മപുത്രനായ യുധിഷ്ഠിരന്റെയും വില്ലാളി വീരനായ അർജുനന്റെയും നിഴലിൽ നായകത്വം നഷ്ടപ്പെട്ട ഭീമൻ. MT വാസുദേവൻ നായരുടെ നോവലിലെ ഈ വാക്കുകൾ മലയാളി ഏറ്റെടുത്തതാണ്. ഇതിന് സമാനമാണ് ചരിത്ര നോവലിനെ സിനിമയാക്കാനിറങ്ങിയ MTയുടെ അവസ്ഥയും. MT നിരാശനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും രണ്ടാമൂഴത്തിനായി കാത്തിരിക്കാൻ വയ്യ എന്ന നിലപാട് MT എടുത്തത് 2018-ലായിരുന്നു. പിന്നെ നിയമ പോരാട്ടം. രണ്ടാമൂഴം നോവൽ സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് കോഴിക്കോട് 1-ാം അഡീഷണൽ മുൻസിഫ് കോടതി തീർപ്പാക്കിയത് 2020-ലാണ്. അതിനുശേഷം MT പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: രണ്ടാമൂഴം സിനിമയാക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ല ഇപ്പോഴെന്ന് MT വാസുദേവൻ നായർ പറഞ്ഞിരുന്നു. കോവിഡ് കാരണം സിനിമയുടെ ജോലികളെല്ലാം നിലച്ചിരിക്കുകയാണല്ലോ. വലിയ സിനിമകളുടെ നിർമ്മാണം നടത്താവുന്ന അന്തരീക്ഷമല്ല ഇപ്പോൾ. രണ്ടാമത്തെ പ്രയാസമൊക്കെ ഒന്ന് കഴിയട്ടെ. തിരക്കഥ കഴിഞ്ഞ ആഴ്ച തന്നെ തന്നിരുന്നു. ഇനി സിനിമ നിർമ്മിക്കാനുള്ള അന്തരീക്ഷം ശരിയാവട്ടെ. ഇപ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇതായിരുന്നു MTയുടെ പ്രതികരണം. ഈ കേസിൽ വലിയ നിയമയുദ്ധമായിരുന്നു MT നടത്തിയത്. കേരളത്തിലെ ഒരു സാഹിത്യകാരനും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. രണ്ടാമൂഴത്തിന്റെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള തിരക്കഥകൾ തിരിച്ചുകിട്ടാൻ 2018-ൽ MT വാസുദേവൻ നായർ നൽകിയ ഹർജിയിലാണ് അനുകൂല തീരുമാനമുണ്ടായത്. ഈ തിരക്കഥകളുടെ ഒറിജിനലും ഇലക്ട്രോണിക് പകർപ്പുകളും MTക്ക് അവകാശപ്പെട്ടതാണെന്നും ഇത് ഉപയോഗിക്കാൻ സംവിധായകൻ VA ശ്രീകുമാർ മേനോന് അവകാശമുണ്ടായിരിക്കില്ലെന്നും വിധിയിൽ വ്യക്തമാക്കി 2014-ലാണ് രണ്ടാമൂഴം സിനിമയാക്കാൻ MTയും ശ്രീകുമാർ മേനോനുമായി കരാർ ഒപ്പിട്ടത്. 2 വർഷത്തിനകം സിനിമയുണ്ടാക്കുമെന്നായിരുന്നു കരാർ. 3 വർഷം കഴിഞ്ഞിട്ടും സിനിമാ ജോലികൾ തുടങ്ങാത്തതിനാൽ 2018-ൽ തിരക്കഥ തിരികെ ചോദിച്ച് MT കോടതിയെ സമീപിച്ചു. കാലാവധി കഴിഞ്ഞതിനാൽ കരാർ അസാധുവായെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. തർക്കത്തിൽ മധ്യസ്ഥത വേണമെന്ന വാദവുമായി ശ്രീകുമാർ മേനോൻ രംഗത്തെത്തിയതോടെ കേസ് സുപ്രീം കോടതി വരെ പോയി. ഒടുവിൽ അഡ്വാൻസ് തുകയായ 1.25 കോടി രൂപ MTയിൽ നിന്ന് കൈപ്പറ്റി തിരക്കഥ തിരിച്ചു നൽകാമെന്ന ഒത്തുതീർപ്പിലെത്തി. സുപ്രീം കോടതി അംഗീകരിച്ച ഈ വ്യവസ്ഥ കോഴിക്കോട് 1-ാം അഡീഷണൽ മുൻസിഫ് കോടതിയെ അറിയിച്ചു. ഇതോടെയാണ് MTയുടെ ഹർജി കോടതി തീർപ്പാക്കിയത്. രണ്ടാമൂഴം സിനിമയുടെ തിരക്കഥ തിരികെ ആവശ്യപ്പെട്ട് നൽകിയ കേസിൽ മധ്യസ്ഥതയ്ക്കില്ലെന്നും തിരക്കഥ തിരിച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് MT വാസുദേവൻ നായർ കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ എതിർ ഹർജി നൽകിയതടക്കം ചർച്ചയായിരുന്നു. വിഷയം കോടതിക്ക് പുറത്ത് പരിഹരിക്കാൻ മധ്യസ്ഥനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് എതിർകക്ഷിയായ സംവിധായകൻ ശ്രീകുമാര മേനോൻ നൽകിയ ഹർജിയുടെ മറുപടി ഹർജിയിലായിരുന്നു ഇത്. പ്രവാസി വ്യവസായി BR ഷെട്ടി നിർമ്മിക്കുമെന്ന് കേട്ടിരുന്ന സിനിമയ്ക്കായി 1000 കോടിയായിരുന്നു മുതൽ മുടക്കും പറഞ്ഞു കേട്ടത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി 2 ഭാഗങ്ങളായിട്ടായിരുന്നു സിനിമ പ്രഖ്യാപിച്ചത്. മഹാഭാരതത്തിലെ ഭീമന്റെ ജീവിതം പകർത്തുന്ന MTയുടെ രണ്ടാമൂഴം നോവലിനെ അടിസ്ഥാനമാക്കിയാണ് മോഹൻലാലിനെ ഭീമനാക്കി ചിത്രം പദ്ധതിയിട്ടത്. വർഷങ്ങൾ നീണ്ട പഠനത്തിനും ഗവേഷണത്തിനും ശേഷമാണ് തിരക്കഥ ഒരുക്കിയത്. എന്നാൽ താൻ കാണിച്ച ആവേശവും ആത്മാർത്ഥതയും അണിയറ പ്രവർത്തകരിൽ നിന്ന് ലഭിച്ചില്ല. ഇതാണ് പിന്മാറ്റത്തിന് പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്.